മക്കളെ 2025 ഐസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആണ് ഈ വീഡിയോയിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതിനെയാണ് നമ്മൾ ചുരുക്കി ഐസർ എന്ന് വിളിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അപ്പൊ അതിന്റെ എൻട്രൻസ് എക്സാമിന്റെ പേരാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ IAT 2025. ഈ എൻട്രൻസ് ടെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ 7ഓളം ഐസറുകളിലേക്കാണ്. ഏതൊക്കെയാണ് ഐസർ എന്നും അവിടുത്തെ കോഴ്സസ് ഏതാണെന്നും അതിന്റെ എലിജിബിലിറ്റി എന്താണെന്നും ഒക്കെ ഞാൻ ഇതിന്റെ പിന്നാലെ പറയാം. 7ഓളം ഐസറുകളിലേക്കാണ് എക്സാം. അപ്പൊ ഐസർ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 10-ാം തീയതിയാണ്. ഓക്കെ, മാർച്ച് 10-ാം തീയതി രജിസ്ട്രേഷൻ തുടങ്ങും. ഏപ്രിൽ 15 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും എറർ ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം ഏപ്രിൽ 21, 22 തീയതികളിൽ ഉണ്ടാവും. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ എക്സാം എന്നായിരിക്കും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണെന്ന് ചോദിച്ചാൽ മെയ് 25-ാം തീയതിയാണ് എക്സാം. ഇനി അതിന് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് www.iceradmission.in എന്നുള്ള സൈറ്റിലാണ് 10-ാം തീയതി മാർച്ച് 10 തുടങ്ങി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി അതിന് രജിസ്ട്രേഷന്റെ ഫീ നോക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിലും EWS ആണെങ്കിലും OBC NCL ആണെങ്കിലും ഒക്കെ 2000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. നേരെ തിരിച്ച് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ് ഒക്കെ 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രജിസ്ട്രേഷൻ ഫീ ആണ്, റീഫണ്ട് ചെയ്യപ്പെടില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ഓക്കെ, അപ്പൊ ഐസർ എന്താണെന്നും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണെന്നും രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റും അതിന്റെ ഫീയും മാത്രമാണ് പറഞ്ഞത്. ഇനി എലിജിബിലിറ്റി പറയാനുണ്ട്, കോഴ്സസ് പറയാനുണ്ട്, അത് ഇതിന്റെ പിന്നാലെ പറയാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു 7 ഐസർ ആണ്. ഒന്ന് ഐസർ ബെറാംപൂര്, ഐസർ ഭോപ്പാൽ, ഐസർ കൊൽക്കത്ത, ഐസർ മൊഹാലി, ഐസർ പൂനെ, ഐസർ തിരുപ്പതി ആൻഡ് തിരുവനന്തപുരം. ഇങ്ങനെ 7 ഐസർ ആണുള്ളത്. ഐസറുകളിലൊക്കെ കോഴ്സുകളുടെ ഡീറ്റെയിൽ നോക്കാം. ഈ BSMS കോഴ്സ് ബെറാംപൂരിൽ 300 സീറ്റാണുള്ളത്, ഭോപ്പാലിൽ 300 സീറ്റാണ്, കൊൽക്കത്തയിൽ 280 സീറ്റാണ്, മൊഹാലിയിൽ 270 സീറ്റാണ്, പൂനെയിൽ 288 സീറ്റാണ്, തിരുപ്പതിയിൽ 380 സീറ്റും തിരുവനന്തപുരത്ത് 320 സീറ്റുമാണ് BSMS കോഴ്സുകൾക്കുള്ളത്. ഇതുകൂടാതെ പുതിയതായിട്ട് ആഡ് ചെയ്ത 3 കേസസ് കൂടിയുണ്ട്. 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടി, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോഴ്സുകൾ കൂടിയുണ്ട്. ശരിക്കും 4 കോഴ്സാണ്. ഭോപ്പാലിൽ തന്നെ 2 കോഴ്സ് ഉണ്ട്. അപ്പൊ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് 140 സീറ്റ് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭോപ്പാലിൽ. ഏതിനാണ്? BTechന് 140 സീറ്റ് ഐസർ ഭോപ്പാലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ 35 സീറ്റ് BS ഇൻ ഇക്കണോമിക് സയൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഭോപ്പാലിലാണ്. ഈ 140ഉം 35ഉം ഈ BTechനും BS ഇൻ ഇക്കണോമിക് സയൻസിനുമായിട്ട് ഭോപ്പാലിൽ കൊണ്ടുവന്നു. അതുപോലെ കൊൽക്കത്തയിൽ 30 സീറ്റ് അഡീഷണൽ കൊണ്ടുവന്നിട്ടുണ്ട് BSMS ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡേറ്റ സയൻസ്, അതിന് 30 സീറ്റ് പുതുതായിട്ട് വന്നു. അതേപോലെ തിരുപ്പതിയിൽ 50 സീറ്റ് അഡീഷണൽ കൊണ്ടുവന്നു BS ഇൻ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് 50 സീറ്റ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 2363 സീറ്റുകൾക്കാണ് ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നോക്കുക. ഇതിന്റെ എലിജിബിലിറ്റി, ഐസർ എഴുതാൻ ആരാണ് എലിജിബിൾ എന്ന് ചോദിച്ചാൽ +2 പാസ്ഡോ +2 അപ്പിയറിംഗോ ആയിരിക്കണം. +2 പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം, അപ്പിയറിംഗിനും അപ്ലൈ ചെയ്യാം. അതിലൊരു ഇയർ ശ്രദ്ധിക്കുക. നിങ്ങൾ 2023 പാസ്സായതാണെങ്കിൽ പറ്റും, 24 പാസ്സായതാണെങ്കിൽ പറ്റും, 25 അപ്പിയറിംഗ് ആണെങ്കിൽ പറ്റും. ഈ 3 വർഷക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 25 അപ്പിയറിംഗ്, 24 പാസ്, 23 പാസ്. ഇതിനു മുമ്പുള്ളവരെ കൺസിഡർ ചെയ്യില്ല നിലവിൽ ഇപ്പൊ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം. ഇനി അറ്റ്ലീസ്റ്റ് 3 സബ്ജക്ട് പഠിച്ചിരിക്കണം +2ൽ. ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം +2ൽ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇനി മാത്സ് +2ൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചില കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടൂ. ഏതൊക്കെ? നമ്മൾ മുമ്പ് പറഞ്ഞ BSMS കോഴ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡേറ്റ സയൻസ്, അതിന് കിട്ടണമെങ്കിൽ മാത്സ് +2ൽ പഠിക്കണം. BTech കോഴ്സ് നമ്മൾ പറഞ്ഞതിന് കിട്ടണമെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. BS ഇൻ ഇക്കണോമിക് സയൻസ് പഠിക്കണമെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. BS ഇൻ ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ ഈ 4 കോഴ്സുകൾക്ക് +2ൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. ബാക്കി BSMS കോഴ്സുകൾക്ക് ബയോളജിയോ മാത്സോ ഏതെങ്കിലും ഉണ്ടായാൽ മതി. അപ്പൊ ഇതിൽ 3 സബ്ജക്ട് +2ൽ പഠിച്ചിട്ടുണ്ടാവണം. റൈറ്റ്. ഇനി +2ൽ അഗ്രിഗേറ്റ് മാർക്ക്, +2ലെ മുഴുവൻ മാർക്ക് 60% ഉണ്ടെങ്കിലേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. നേരെ തിരിച്ച് SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 5% റിലാക്സേഷൻ ഉണ്ട്, 55% മാർക്ക് മതി. ഇത് അഗ്രിഗേറ്റ് ആണ്, ഓരോ സബ്ജക്റ്റിനല്ല. എല്ലാം കൂടെ ചേർത്ത് +2ൽ 60% മാർക്ക് ഉണ്ടാവണം. ഒരു ജനറൽ കാറ്റഗറി, ഒരു EWS കാറ്റഗറി ഒക്കെ
എന്നാൽ SC ST ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് 55% മാർക്ക് മതി എലിജിബിലിറ്റിക്ക്. ഇനി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. സെന്റേഴ്സ് ഒരുപാട് സെന്റർ ഉണ്ട്, ബട്ട് അതിന്റെ സെന്ററിന്റെ ഒരു ലിസ്റ്റ് വരാത്തത് വെയിറ്റിംഗ് ഫോർ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. അതായത് ഐസറിന്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല. അത് വരുമ്പോഴേ നമുക്ക് സെന്റർ എവിടെയൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ഫൈനൽ തീരുമാനം കിട്ടും. അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു ക്ലാരിറ്റി വരും. ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഐസറിന്റെ സീറ്റുകളുടെ റിസർവേഷൻ ബാധകമാണ്. ഐസറിന് നമ്മൾ നേരത്തെ പറഞ്ഞ സീറ്റുകളിൽ 15% സീറ്റ് SC കാൻഡിഡേറ്റിനാണ്, 7.5% സീറ്റ് ST കാൻഡിഡേറ്റിനാണ്, 27% NCLനാണ്, 10% EWSനാണ്. ഓരോ കാറ്റഗറിയിലെയും ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് അതത് കാറ്റഗറിയിലെ 5%, അതായത് SC കാറ്റഗറിയുടെ 15% സീറ്റിൽ 5% SCയിലെ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് പോകും. ST കാറ്റഗറിയുടെ 7.5%ന്റെ 15% ST കാറ്റഗറിയിലെ ഫിസിക്കൽ. അപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് ആയിട്ട് ഒരു പർട്ടിക്കുലർ റിസർവേഷൻ ഇല്ല. അതത് കാറ്റഗറിയുടെ 5% ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോ നിലവിലെ ഐസറിന്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, അപ്ഡേറ്റ് ചെയ്ത് വന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞു. സ്റ്റിൽ ഇപ്പോഴും അവരുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റിലീസ് ആയിട്ടില്ല. അത് റിലീസ് ആകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഇപ്പൊ നിലവിൽ ഐസർ എന്താണ്, ഐസർ എത്ര ഐസർ ഉണ്ട്, അവിടെ ഏതൊക്കെ കോഴ്സ് ആണ്, അതിന് വേണ്ട മിനിമം എലിജിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ മാത്രമാണ് വന്നത്. അത് അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി അപ്ഡേറ്റ് വരുന്ന മുറയ്ക്ക് അത് ഒരു സെന്ററുകൾ മാത്രമായിട്ടുള്ള ഒരു കണ്ടന്റ് നമുക്ക് അഡീഷണൽ ഉള്ളൂവെങ്കിൽ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഒരു വീഡിയോ പറയേണ്ട അത്രയും അളവിൽ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം അടുത്ത വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽ കൊണ്ടുവരാം. ഇപ്പൊ നിലവിൽ ഐസർ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉടനെ ആരംഭിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ആവുക. താല്പര്യമുള്ളവര് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക അടുത്ത അപ്ഡേറ്റ് വരുന്നത് വരെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.